ഹലോ, എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2ന്റെ മുൻ വർഷ ചോദ്യ പേപ്പർ ഡിസ്കഷൻ ആണ്. പ്രധാനമായിട്ടും സോഷ്യോളജിയിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോഷ്യോളജിക്കും സോഷ്യൽ വർക്കിനും 40 മാർക്കിൽ നിന്നാണ് പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2ന് ക്വസ്റ്റ്യൻ വരിക. കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്നത് 2019 ആ 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലെ സോഷ്യോളജിയുടെ 40 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോഷ്യോളജി പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തസ്തികയിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന ഈ ഒരു തസ്തികയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും സൊസൈറ്റിക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് സോഷ്യോളജിയിൽ ഡിഗ്രി ചോദിച്ചിട്ടുള്ളതും. അപ്പോൾ സോഷ്യോളജിക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു എക്സാമിൽ. അപ്പൊ സോഷ്യോളജിയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ, ഏകദേശം 40 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആ 40 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. മീഡിയം ഇംഗ്ലീഷ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു എമംഗ് ദ ഫോളോയിങ് ബിലോങ് ടു ദ സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട്. ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട് അല്ലെ. സോഷ്യോളജിയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പലതരത്തിലുള്ള തിയറീസുകൾ പറയുന്നുണ്ട് സോഷ്യോളജിയിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സോഷ്യോളജിയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തിയറികൾ, ഈ തിയറികൾ ആരൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ തിയറിയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സോഷ്യോളജിസ്റ്റുകളെയാണ് നമുക്ക് പഠിക്കേണ്ടത്, ഈ തിയറിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. നമുക്ക് തരുന്ന ഒരു ഹിന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു ഹിന്റ് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പെരേറ്റോ, എമിൽ ദർക്കീം, കോൾ മാർക്സ്, ഫെർഡിനൻഡ് ടോണിസ്. ഈ 4 പേരും പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകളാണ്. നമുക്ക് ഒരുപാട് പേര് സോഷ്യോളജി പഠിച്ചവർക്കാണ് ഈ 4 പേരെയും ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള 4 പേരുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ വരുന്നത് എമിൽ ദർക്കീമാണ്. എമിൽ ദർക്കീം എന്ന് പറയുന്നത് ഒരു സോഷ്യോളജി സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബൈഹാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എപ്പോഴും മൈൻഡിൽ വരുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. കാരണം സൂയിസൈഡ്, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ തുടങ്ങിയ തിയറീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് എമിൽ ദർക്കീം എന്ന് പറയുന്നത്. UGC നെറ്റിനും സെറ്റിനും ഒക്കെ തന്നെ ഈ ഒരു എമിൽ ദർക്കീമിനെ കുറിച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എന്താണ് ഈ സിന്തറ്റിക് സ്കൂള്? അതാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. എന്താണ് സിന്തറ്റിക് സ്കൂള്? നമുക്കറിയാം, ഓരോ വിഷയത്തിനും അതിൻ്റെതായിട്ടുള്ള സ്കോപ്പ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ പഠിക്കുകയാണ്, ഹിസ്റ്ററി നമ്മൾ പഠിക്കുകയാണ്, എക്കണോമിക്സ് നമ്മൾ പഠിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളത് പഠിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്കോപ്പ് എന്താണ്? അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും. അതുപോലെ സോഷ്യോളജിയുടെ സ്കോപ്പിനെ നമ്മൾ 2 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സിന്തറ്റിക് സ്കൂളും സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഫോർമലിസ്റ്റ് സ്കൂളും എന്നാണ് 2 ആയിട്ട് തരം തിരിച്ചിട്ടുള്ളത്. അതില് സിന്തറ്റിക് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എമിൽ ദർക്കീം അഡ്വക്കേറ്റ് ചെയ്തൊരു സ്കൂൾ ആയിരുന്നു സിന്തറ്റിക് സ്കൂൾ എന്ന് പറയുന്നത്. ഈ സ്കൂൾ പ്രകാരം സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് വൈഡ് ആണ്. വളരെ വൈഡ് ആയിട്ടുള്ള ഒന്നാണ് സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് സോഷ്യോളജിയുടെ സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ വൈഡ് ആണ്. മറ്റൊന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഫോർമലിസ്റ്റ് സ്കൂളാണ്. അതും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്കൂൾ ഓഫ് തോട്ട് ആണ്. ഇതിൽ പറയുന്നത് സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സിന്തറ്റിക് സ്കൂൾ എന്ന് പറയുന്നത് എമിൽ ദർക്കീം അഡ്വക്കേറ്റ് ചെയ്തതാണ്. ഇതില് സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് വൈഡ് ആണ്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് വൈഡ് ആണ്. ദെൻ രണ്ടാമത്തെന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഫോർമലിസ്റ്റ് സ്കൂളാണ്. ഇതിൽ സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അത് രണ്ടുമാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട് ആരാണ്, അതുമായി ബന്ധപ്പെട്ട ഇത്രയും തന്നിട്ടുള്ള സോഷ്യോളജിസ്റ്റിൽ അതുമായി ബന്ധപ്പെട്ട സോഷ്യോളജിസ്റ്റിനെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എമിൽ ദർക്കീം വൺ ഓഫ് ദ മെയിൻ ആൻഡ് അഡ്വക്കേറ്റ് ആയിരുന്നു. ഈ സിന്തറ്റിക് സ്കൂളിന്റെ വൺ ഓഫ് ദ മെയിൻ ആൻഡ് അഡ്വക്കേറ്റ് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ സിന്തറ്റിക് സ്കൂളിന്റെ ഭാഗമായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം എന്തായിരുന്നു? എമിൽ ദർക്കീം കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ, ഡാഷ് ഈസ് ദ സയൻസ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് സോഷ്യൽ ബിഹേവിയർ. Dash is the science of the
ഇൻഡിവിജ്വൽ സോഷ്യൽ ബിഹേവിയർ. നമ്മുടെ ഇൻഡിവിജ്വൽ സോഷ്യൽ ബിഹേവിയറിനെ സംബന്ധിക്കുന്ന സയൻസ് ശാസ്ത്രശാഖ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇൻഡിവിജ്വൽ സോഷ്യൽ ബിഹേവിയർ. അവിടെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബിഹേവിയർ അല്ലെ, സ്വഭാവം. ബിഹേവിയർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോഷ്യൽ ബിഹേവിയർ അല്ലെ, സാമൂഹിക പെരുമാറ്റം എന്ന് പറയുന്നത്. സാമൂഹിക പെരുമാറ്റം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി, സോഷ്യൽ ഫിസിക്സ്, സോഷ്യൽ ആന്ത്രോപോളജി ആൻഡ് സോഷ്യൽ സൈക്കോളജി അല്ലെ. 4 പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. പൊളിറ്റിക്കൽ സോഷ്യോളജി, സോഷ്യൽ ഫിസിക്സ്, സോഷ്യൽ ആന്ത്രോപോളജി, സോഷ്യൽ സൈക്കോളജി. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 4 ഓപ്ഷൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എന്താണ്, പൊളിറ്റിക്കൽ സോഷ്യോളജി ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ബിഹേവിയർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇൻഡിവിജ്വൽ സോഷ്യൽ ബിഹേവിയർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി, അതുമായിട്ട് ബിഹേവിയറിന് ഒരിക്കലും പൊളിറ്റിക്കൽ സോഷ്യോളജിയുമായിട്ട് റിലേഷൻ ഉണ്ടായിരിക്കില്ല. നമുക്ക് അങ്ങനെ അതിനെ മനസ്സിലാക്കാം. രണ്ടാമത്തെ എന്താ ചോദിച്ചത്, സോഷ്യൽ ഫിസിക്സ് ആണ് ചോദിച്ചത് അല്ലെ. സോഷ്യൽ ഫിസിക്സ്. അപ്പോ അതും എന്താണ്, സോഷ്യൽ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തരത്തിലുള്ള നമ്മുടെ ഫിസിക്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ അതിനെ ഒരു മാത്തമാറ്റിക്കലി നമ്മൾ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് സോഷ്യൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അതുമല്ല നമുക്ക് മനസ്സിലാക്കാം. പിന്നെ സോഷ്യൽ ആന്ത്രോപോളജി അല്ലെ. ആന്ത്രോപോളജി നമ്മൾ കേട്ടിട്ടുണ്ട്, നരവംശ ശാസ്ത്രം. അപ്പൊ അതില് നമ്മൾ മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അതും എന്താണ്, ബിഹേവിയർ എല്ലാം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ സൈക്കോളജി അല്ലെ. സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹ്യൂമൻ മൈൻഡിനെ കുറിച്ചിട്ടും ബിഹേവിയറിനെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്ന ശാഖയാണ് സൈക്കോളജി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇൻഡിവിജ്വൽ സോഷ്യൽ ബിഹേവിയർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് സോഷ്യൽ ബിഹേവിയർ, സൈക്കോളജി ബിഹേവിയറിനെ കുറിച്ചിട്ടും മൈൻഡിനെ കുറിച്ചിട്ടും പഠിക്കുന്നതാണ് നമുക്ക് അറിയാം. അപ്പോൾ ഇൻഡിവിജ്വൽ സോഷ്യൽ ബിഹേവിയർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ, സാമൂഹികപരമായിട്ടുള്ള പെരുമാറ്റം. അപ്പൊ എന്തായി, സോഷ്യൽ സൈക്കോളജി, സാമൂഹിക മനഃശാസ്ത്രമായിരിക്കും ഒരു വ്യക്തിയുടെ സാമൂഹിക പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിയാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, സോഷ്യൽ സൈക്കോളജിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The family influences its members in a socio-culture sphere by the process of. The family influences its members in a socio-culture sphere by the process of. ഏത് പ്രോസസ്സിലൂടെയാണ് ഫാമിലി തന്റെ അംഗങ്ങളുടെ സോഷ്യോ കൾച്ചർ സ്പിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഏത് പ്രോസസ്സിലൂടെയാണ് ഫാമിലി തന്റെ മെമ്പേഴ്സിന്റെ സോഷ്യോ കൾച്ചർ സ്പിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഏത് പ്രോസസ്സിലൂടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാ തന്നിട്ടുള്ളത്? സോഷ്യലൈസേഷൻ, അഫക്റ്റീവ് റിലേഷൻഷിപ്പ്, പ്രൊക്രിയേഷൻ, ഇക്കണോമിക് ഫങ്ഷൻ. ഇതൊക്കെ നമുക്ക് ഈ ആൻസേഴ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അഫക്റ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, പ്രൊക്രിയേഷൻ ഉണ്ടായിരിക്കും, ഇക്കണോമിക് ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഉത്തരം വരുന്നത് എന്താണ്? ആൻസർ എ ആണ് വരുന്നത്, സോഷ്യലൈസേഷൻ അഥവാ സാമൂഹ്യവൽക്കരണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഏജന്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ അല്ലെ, സാമൂഹ്യവൽക്കരണത്തിന്റെ ഏജന്റുകൾ അല്ലെ. നമ്മുടെ സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി ഓരോ കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അവനത് അഡോപ്റ്റ് ചെയ്യുന്നു. അത് അവന്റെ ലൈഫിലുടനീളം എന്ത് ചെയ്യുന്നുണ്ട്? ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട എവിടെ നിന്നൊക്കെയാണ് ഈ സോഷ്യലൈസേഷൻ നടക്കുന്നത്? പ്രധാനമായിട്ട് എവിടെ നിന്നൊക്കെയാണ് നടക്കുന്നത്? അതിന്റെ ഏജന്റുകൾ ഏതൊക്കെയാണ് ചോദിച്ചു? ഒന്നാമത്തത് ഫാമിലി, രണ്ടാമത്തത് സ്കൂള്, മൂന്നാമത്തത് ഫ്രണ്ട്സ്, നാലാമത്തത് റിലീജിയൻ, അഞ്ചാമത്തത് സ്റ്റേറ്റ്. ഇത്രയും ഏജന്റുകളാണ് സോഷ്യലൈസേഷന് പ്രധാനമായിട്ടും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇതിന്റെ ഉത്തരവും എന്ത് വരുന്നത്? സോഷ്യലൈസേഷൻ എന്ന് വരുന്നത്. ഫാമിലി എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെ തന്റെ മെമ്പേഴ്സിന്റെ സോഷ്യോ കൾച്ചർ സ്പിയറിനെ എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോഷ്യലൈസേഷനിലൂടെ, സാമൂഹ്യവൽക്കരണത്തിലൂടെ അവന്റെ ആ മെമ്പേഴ്സിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ എന്ത് ചെയ്യുന്നു? സ്വാധീനം ചെലുത്തുന്നു ഫാമിലി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഡാഷ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ
conflict and cooperation. Dash is സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ അല്ലെ. രണ്ട് ടേം ഇവിടെ തന്നിട്ടുണ്ട്. സോഷ്യോളജിയിൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന രണ്ട് ടേമുകളാണ് കോൺഫ്ലിക്റ്റും അതേപോലെ തന്നെ കോപ്പറേഷനും. പലതരത്തിലുള്ള സോഷ്യൽ പ്രോസസ്സ് സോഷ്യോളജിയിലുണ്ട്. അസോസിയേറ്റീവ് പ്രോസസ്സ്, ഡിസോസിയേറ്റീവ് പ്രോസസ്സ്. അതിൽ അസോസിയേറ്റീവ് പ്രോസസ്സിൽ പെട്ടതാണ് കോപ്പറേഷനും ഡിസോസിയേറ്റീവ് പ്രോസസ്സിൽ പെട്ടതാണ് കോൺഫ്ലിക്റ്റ്. അത് മറ്റൊരു സൈഡാണ്. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോൺഫ്ലിക്റ്റിന്റെയും കോപ്പറേഷന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സാധനത്തെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിന്റെ ഇടയിൽ നിൽക്കുന്നത്? ഇപ്പൊ ഒരു വ്യക്തി തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുന്നു, അവരെന്ത് ചെയ്യുന്നു, പിന്നീട് അവര് സഹകരണ മനോഭാവത്തിലോട്ട് എത്തുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ നിൽക്കുന്നത് എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? കോൺട്രാഡിക്ഷൻ. രണ്ടാമത്തെ എന്താണ്? കോമ്പറ്റീഷൻ. മൂന്നാമത്തെ എന്താണ്? അക്കോമഡേഷൻ. നാലാമത്തെ എന്താണ്? ഇന്റഗ്രേഷൻ. അല്ലെ, നമുക്കൊക്കെ ഒരു പരസ്പര റിലേഷൻ ഉള്ള പോലെ തോന്നും. കോൺട്രാഡിക്ഷൻ, കോമ്പറ്റീഷൻ, മത്സരം, അക്കോമഡേഷൻ, ഇന്റഗ്രേഷൻ. ഈ പറയുന്ന എല്ലാ ടേംസുകളും സോഷ്യോളജിയിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസുകളാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അക്കോമഡേഷൻ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ് അക്കോമഡേഷൻ അല്ലെ. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്ക് തരുന്നു എന്ന് പറയില്ലേ. എന്താണ്? ഒരു താമസ സൗകര്യം നമുക്ക് തരുന്നു നമ്മൾ പറയും അക്കോമഡേഷൻ. ആ ഒരു മാനറിൽ തന്നെ ഇത് ചിന്തിച്ചാൽ മതി. അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് കോമ്പറ്റിംഗ് ആൻഡ് കോൺഫ്ലിക്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്സ് അഡ്ജസ്റ്റ് ദെയർ റിലേഷൻഷിപ്പ് ടു ഈച്ച് അതർ ഇൻ ഓർഡർ ടു ഓവർകം ദ ഡിഫിക്കൽട്ടീസ് which arise in competition, contravention or conflict. അല്ലെ, അതായത് കോമ്പറ്റീഷനിൽ നിന്നോ കോൺട്രാവെൻഷനിൽ നിന്നോ കോൺഫ്ലിക്റ്റ് എന്നിവയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള് മറികടക്കാൻ വേണ്ടി, ഒരു മത്സരത്തിലോ ഒരു സംഘർഷമോ അതിലൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ടു ഓവർകം, മറികടക്കാൻ എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു കോൺഫ്ലിക്റ്റിങ്ങും അതേപോലെ തന്നെ കോമ്പറ്റിങ്ങും ആയ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് അവരുടെ പരസ്പര ബന്ധം അല്ലെ, അവരുടെ ബന്ധം ക്രമീകരിക്കാൻ അല്ലെങ്കിൽ അവർ പരസ്പരം അവരുടെ ബന്ധം ക്രമീകരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയാ. ഒരു സ്വീകരണ മനോഭാവം അല്ലെ, ഒരു കോൺഫ്ലിക്റ്റ് നടത്തി ഒരു കോപ്പറേഷൻ നടത്തി. അപ്പൊ അതിന്റെ ഇടയിൽ എന്താ ഉണ്ടാവുന്നത്? ഒരു സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് ഉണ്ടാവുന്നത് അല്ലെ. ആദ്യം ഒരുപാട് സംഘർഷം നടത്തി പിന്നീട് അവരൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കോപ്പറേഷൻ ഉണ്ടാവുന്നത്. അതന്നെ എവിടെ പറഞ്ഞിട്ടുള്ളത്, കോമ്പറ്റീഷനോ കോൺട്രാവെൻഷനോ കോൺഫ്ലിക്റ്റോ നടക്കുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംഘർഷങ്ങളും മത്സരങ്ങളും നടത്തുന്ന വ്യക്തികൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും, അവരുടെ ബന്ധം ക്രമീകരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? അക്കോമഡേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കേണ്ട പോയിന്റ്സുകൾ കോൺഫ്ലിക്റ്റ് എന്താ നോക്കണം, കോപ്പറേഷൻ എന്താ നോക്കണം, അക്കോമഡേഷൻ എന്താ നോക്കണം. സോഷ്യോളജിയുടെ പ്രൊബേഷൻ ഓഫീസറിന്റെ സിലബസ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ ബേസിക് ആയിട്ടുള്ള നോംസ് എന്താണ്, ഫോക്വേസ് എന്താണ്, കസ്റ്റംസ് എന്താണ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ സോഷ്യോളജിയിൽ നമ്മൾ ആദ്യം ബേസിക്സ് ഓഫ് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്? അക്കോമഡേഷൻ, അസോസിയേഷൻ, സോഷ്യൽ പ്രോബ്ലം, സോഷ്യൽ ഗ്രൂപ്പ്, സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, കോപ്പറേഷൻ, കോൺഫ്ലിക്റ്റ്, കോമ്പറ്റീഷൻ, അങ്ങനത്തെ ടേംസുകൾ, കൾച്ചർ എന്താണ്, അങ്ങനെ കുറെ നോംസ്, ഫോക്വേസ്, കസ്റ്റംസ്, അങ്ങനെ കുറെ ടേംസുകൾ നമുക്ക് എന്താന്ന് ഐഡിയ കിട്ടണം. അത്തരത്തിലുള്ള ഒരു ടേം ആണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. Which of the following is not a type of non-probability sampling? വീണ്ടും നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയ നമുക്ക് എന്തെയാണ് പറഞ്ഞു തരികയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെ. സാമ്പിളിംഗ് മെത്തേഡ്, ഇതിന്റെ അർത്ഥം ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച്. നമ്മൾ എന്താണ്, നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് നമ്മൾ റിസർച്ച് ചെയ്യാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാമ്പിളിംഗ് മെത്തേഡുകൾ, ഇതിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് അല്ലെ. രണ്ട് തരത്തിലുള്ള സാമ്പിളിംഗ് ഉണ്ട് അല്ലെ, പ്രോബബിലിറ്റി സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗും ഉണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ നോട്ട് എ ടൈപ്പ് അല്ലെങ്കിൽ ഇസ് എ ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഈസ് നോട്ട് എ ടൈപ്പ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ടൈപ്പ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ടൈപ്പ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെന്ന് പറയുന്നത് സ്നോബോൾ സാമ്പിളിങ്, രണ്ടാമത്തത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്, മൂന്നാമത്തത് ആക്സിഡന്റൽ സാമ്പിളിങ്, നാലാമത്തത് കൺവീനിയൻസ് സാമ്പിളിങ്. ഇവിടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആണ്. നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ് നമുക്ക് നോക്കാം. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആസ് എ സാമ്പിളിംഗ് ടെക്നിക് ഇൻ വിച്ച് ദ റിസർച്ചർ സെലക്ട് ദ സാമ്പിൾസ് ബേസ്ഡ് ഓൺ ദ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ഓഫ് ദി റിസർച്ചർ റാദർ ദാൻ റാൻഡം സെലക്ഷൻ. റാൻഡം സെലക്ഷന് പുറമേ ആയിട്ട് നമ്മളൊരു സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് എടുക്കുക. അതായത് പോപ്പുലേഷനിൽ എല്ലാ പോപ്പുലേഷനെയും എടുക്കാതെ നമുക്കൊരു ചോയ്സ് ഉണ്ടാവുക. അതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ പോപ്പുലേഷനെയും നമ്മൾ എടുക്കാതെ നമ്മൾ എന്താണ് നമുക്കൊരു ചോയ്സ് ഉണ്ടായിരിക്കാം. ഇത്ര പേരെടുത്താൽ മതി, നമുക്കൊരു ചോയ്സ് ഉണ്ടായിരിക്കാം. അതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലാത്തത് ഏതാന്നാ ചോദിച്ചല്ലേ? സ്ട്രാറ്റിഫൈഡ് ആണ് നമുക്ക് മനസ്സിലാക്കി. അപ്പോ സ്നോബോളും ആക്സിഡന്റലും കൺവീനിയൻസും എന്താണ്? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് അതൊക്കെ എന്താണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ എന്താണ്? കൺവീനിയൻസ് സാമ്പിളിംഗ് അല്ലെ? കൺവീനിയൻസ് സാമ്പിളിംഗ് എന്താണെന്നാണ് ചോദിക്കുന്നത്. വേർ സാമ്പിൾസ് ആർ സെലക്ടഡ് ഫ്രം ദ പോപ്പുലേഷൻ only because they are conveniently available to the researcher, also known as accidental sampling. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൺവീനിയന്റ്ലി അവൈലബിൾ ടു ദ റിസർച്ചർ അല്ലെ? നമുക്ക് കൺവീനിയന്റ് ആയിട്ടില്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ്, നമ്മളോട് സഹകരിക്കുന്ന ഒരു യൂണിറ്റിന് നമ്മൾ പോയിട്ട് അല്ലെങ്കിൽ അവരെ നമ്മളൊരു സാമ്പിൾ ആയിട്ട് തിരഞ്ഞെടുക്കാം. അതിനെയാണ് എന്ത് പറയുന്നത്? കൺവീനിയന്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ എന്തുണ്ട്? അതിന്റെ ഉത്തരമുണ്ട് അല്ലെങ്കിൽ അതിന്റെ മീനിങ് ഉണ്ട്. ഇതിനെ നമ്മൾ എന്തും കൂടി വിളിക്കുന്നുണ്ട്? ആക്സിഡന്റൽ സാമ്പിളിംഗ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. നമ്മുടെ ഓപ്ഷനിൽ കൺവീനിയൻസും ഉണ്ട്, ആക്സിഡന്റലും ഉണ്ട്, രണ്ടും സെയിം ആണ്. Then snowball sampling, it helps researchers find a sample when they are difficult to locate. Snowball sampling എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പഠനം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷനിൽ അതിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചില ട്രൈബൽസിന് അങ്ങനെയായിരിക്കും, നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് അവരിലെ 1-2 പേരെ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അല്ലെ? അപ്പൊ അവരോട് ചോദിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവര് വഴി മറ്റുള്ള ആളുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോണ്ടാക്ട് എന്ത് ചെയ്യാം? ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതല്ലാത്ത 2 സാമ്പിളിംഗ് കൂടി, 2 നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, കൺവീനിയൻസ് സാമ്പിൾ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാത്തത് പർപ്പസീവ് സാമ്പിളിംഗ് ആണ്. അതായത് പർപ്പസീവിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ജഡ്ജ്മെന്റൽ എന്നും കൂടി ഉണ്ട്. അതായത് ഒരു പ്രത്യേക മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സാമ്പിളിംഗ് നടത്തുക. ജെൻഡറിന്റെയോ കാസ്റ്റിന്റെയോ എന്തിനെങ്കിലും ഒരു ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക? സാമ്പിൾ എടുക്കുന്നതാണ് പർപ്പസീവ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ സ്നോബോൾ നമ്മൾ പറഞ്ഞു. ഇനി കോട്ട സാമ്പിൾ ആണ് പറയുന്നത്. കോട്ട എന്ന് പറയുമ്പോൾ എന്താണ്? ചില പ്രത്യേക ഗ്രൂപ്പ്, അതായത് റിസർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില കോട്ടകളിലുള്ള ഇപ്പോ ജെൻഡർ വെച്ചിട്ടോ ഏജ് വെച്ചിട്ടോ സെക്സിന്റെ ബേസിലോ ഒക്കെ എന്ത് ചെയ്യാണ്? നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഒരു റിസർവേഷൻ അല്ലെങ്കിൽ അവർക്ക് ഒരു കോട്ട അനുവദിക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ സാമ്പിൾ ചെയ്യുക. അതിനെയാണ് കോട്ട സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ കൺവീനിയന്റ് ആയിട്ടുള്ളത്, പർപ്പസീവ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ചില പ്രത്യേക മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്നത്. സ്നോബോൾ എന്ന് പറയുന്നത് നമുക്ക് പഠനം നടത്താൻ ബുദ്ധിമുട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പോപ്പുലേഷനിൽ പെട്ട ആളുകളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കണ്ടുപിടിച്ച ആളുകളുമായിട്ട് മറ്റുള്ള ആളുകളായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു. കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്രത്യേക ഇപ്പോ ഏജിന്റെയോ ജെൻഡറിന്റെയോ ഒക്കെ ബേസിൽ നമ്മൾ അതിനെ റിസർവ് ചെയ്ത് കോട്ട ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സാമ്പിളിംഗ് നടത്തുന്നതാണ് ഈ കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ 4 ടൈപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി കൺസെപ്റ്റ് ഓഫ് ലിറ്റിൽ കമ്മ്യൂണിറ്റി ഈസ് ഗിവൺ ബൈ. ലിറ്റിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ? ലിറ്റിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് റോബർട്ട് റെഡ്ഫീൽഡ് ആണ്. ഓപ്ഷൻ ബി മാക് ഐവർ ആൻഡ് പേജ്. ഓപ്ഷൻ സി മിൽട്ടൺ സിംഗർ. ഓപ്ഷൻ ഡി എം എൻ ശ്രീനിവാസ്. അല്ലെ? ലിറ്റിൽ കമ്മ്യൂണിറ്റി.
അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റോബർട്ട് റെഡ്ഫീൽഡ് ആണ്. മറന്നു പോകരുത്, ലിറ്റിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് റോബർട്ട് റെഡ്ഫീൽഡിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകം കൂടിയാണ്, അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് കൂടിയാണ് റോബർട്ട് റെഡ്ഫീൽഡ് എന്ന് പറയുന്നത്. എം ശ്രീനിവാസക്ക് കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ദെൻ റോബർട്ട് റെഡ്ഫീൽഡിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഒരു വർക്കാണ് പെസന്റ് സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. ലിറ്റിൽ കമ്മ്യൂണിറ്റിക്ക് പുറമെ റോബർട്ട് റെഡ്ഫീൽഡിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കായിരുന്നു പെസന്റ് സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. ഈ രീതിയിലും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം അല്ലെ, പുസ്തകങ്ങൾ ചോദിച്ചിട്ടും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. Then question number 7, which among the following is not a feature of community? Very simple question. കമ്മ്യൂണിറ്റിയുടെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ കമ്മ്യൂണിറ്റിയുടെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ബേസിക് സോഷ്യോളജി നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ബേസിക് സോഷ്യോളജി നമ്മൾ മനസ്സിലാക്കണം. നമ്മളിതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിക്കും. അപ്പൊ ഇതിനൊക്കെ എന്തുണ്ടായിരിക്കും, ഓരോ ഫീച്ചർ ഉണ്ടായിരിക്കും അല്ലെ, ഓരോന്നിനും ഓരോ ഫീച്ചർ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് പരിശോധിക്കാം. ഓപ്ഷൻസ് പരിശോധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിന്റെ ആൻസർ കിട്ടും. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, ടെറിട്ടറി അല്ലെ. ഒരു കമ്മ്യൂണിറ്റിക്ക് സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കും, ടെറിട്ടറി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ജോഗ്രാഫിക്കൽ ബൗണ്ടറി അല്ലെ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ എന്താണ്, കോമൺ കൾച്ചർ, ഒരു പൊതുവായ സംസ്കാരം. ഒരു സമുദായത്തിന് അവരുടേതായിട്ടുള്ള ഒരു പൊതുവായ സംസ്കാരമായിരിക്കും ഉണ്ടായിരിക്കും, അതും ഉണ്ടായിരിക്കും. ഇത് രണ്ടും കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. ഓപ്ഷൻ സി എന്താണ്, ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ്, വളരെ ക്ലോസ് ആയിട്ടുള്ള സാമൂഹിക ബന്ധം. തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റിയിൽ അതുണ്ടായിരിക്കും. ദെൻ ഓപ്ഷൻ ഡി, പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ്, പ്രത്യേക താല്പര്യങ്ങൾ. ഒരിക്കലും ഉണ്ടായിരിക്കില്ല അല്ലെ. അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേക താല്പര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കാം. അവർക്ക് എന്താണ്, ഒരു കൂട്ടായ തീരുമാനങ്ങളും കൂട്ടായ താല്പര്യങ്ങളായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ എന്താണ്, പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഫീച്ചർ അല്ല. അതുകൊണ്ടാണ് ഇവിടെ ആൻസർ ഡി എന്ന് തന്നിട്ടുള്ളത്. ഇനി മറ്റുള്ള അനദർ ഫീച്ചർ ആണ് കമ്മ്യൂണിറ്റിയുടെ, ഇതിൽ കൊടുക്കാത്ത അനദർ ഫീച്ചർ ആണ് വി ഫീലിംഗ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, കമ്മ്യൂണിറ്റിയുടെ ഒരു ഫീച്ചർ ആണ് വി ഫീലിംഗ്. അങ്ങനെ തന്നെ തരും, വി ഫീലിംഗ് കമ്മ്യൂണിറ്റിയുടെ ഫീച്ചർ ആണോ അല്ലയോ എന്ന് തരും. അപ്പൊ വി ഫീലിംഗ് കമ്മ്യൂണിറ്റിയുടെ ഫീച്ചർ ആണ്. ദെൻ രണ്ടാമത്തെ എന്താണ്, ഓർഗനൈസ്ഡ് ഇന്ററാക്ഷൻ, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബന്ധങ്ങൾ, ഇന്ററാക്ഷൻ. ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോ എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റിയുടെ ഫീച്ചർ നമ്മൾ പറഞ്ഞത്, ടെറിട്ടറി, കോമൺ കൾച്ചർ, ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ്, വി ഫീലിംഗ്, ഓർഗനൈസ്ഡ് ഇന്ററാക്ഷൻ. ഇത്രയാണ് കമ്മ്യൂണിറ്റിയുടെ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യന്, ഇത് നമ്മുടെ ഒരു തിയറി പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സോഷ്യോളജിയില് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, ഈ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റീസണിങ് ഫ്രം ജനറൽ ടു പർട്ടിക്കുലർ, GP എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ജനറൽ ടു പെർട്ടിക്കുലർ ഈസ് കോൾഡ് അല്ലെ. എന്താണ് ജനറലിൽ നിന്ന് ആ ഒരു റീസണിങ്ങിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, റീസണിങ് ഫ്രം ജനറൽ ടു പെർട്ടിക്കുലർ, GP, ജനറൽ ടു പെർട്ടിക്കുലർ. എന്തൊക്കെയാണ്, ഇൻഡക്ഷൻ ഉണ്ട്, സാമ്പിളിംഗ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്, ഡിഡക്ഷൻ ഉണ്ട്. ഇതിന്റെ ആൻസർ എന്താണ്, ഡി ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഇൻഡക്ഷനും ഡിഡക്ഷനും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ അവിടെ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഒരു ടേംസ് കേട്ടിട്ടുണ്ടായിരിക്കും, ഇൻഡക്ഷനും ഡിഡക്ഷനും. അപ്പൊ എന്താണ് ഇൻഡക്ഷൻ? ഇൻഡക്ഷൻ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഓർ സ്പെസിഫിക് ടു ജനറൽ, PG ആണ്. ഇൻഡക്ഷൻ എന്ന് പറയുന്നത് PG-യും ഡിഡക്ഷൻ എന്ന് പറയുന്നത് GP-യുമാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇൻഡക്ഷൻ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ടു അല്ലെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ, സ്പെസിഫിക് ആയ കാര്യം, പ്രത്യേകപരമായ കാര്യങ്ങളിൽ നിന്നും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. സ്പെസിഫിക് അപ്രോച്ചിൽ നിന്നും ഒരു ജനറൽ കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തുക. ഇപ്പൊ ഒരു ബാഗ്, ആ ബാഗ് നിറച്ച് കോയിൻസ് ആണ്. അപ്പൊ നമ്മൾ ഒരു കോയിൻ എടുത്തു, ആ കോയിൻ 1 റുപ്പി കോയിൻ ആയിരുന്നു. വീണ്ടും ഒരു കോയിൻ എടുത്തു, അതും 1 റുപ്പി കോയിൻ ആണ്. ഇപ്പൊ നമ്മൾ കൺക്ലൂഷൻ ചെയ്യണം അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാണ്, ഈ ബാഗ് നിറച്ച് എന്താണ്, 1 റുപ്പി കോയിൻ ആണ്.
ഒരു പ്രൊബബിൾ കൺക്ലൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിഡക്ഷൻ എന്ന് പറയുന്നതാണ് ജനറൽ ടു പർട്ടിക്കുലർ, അല്ലെ? ജനറൽ ആയ ഒരു കാര്യത്തിന് പിന്നീട് നമ്മൾ എന്താണ്, സ്പെസിഫിക് ആണ്. ഇപ്പൊ ജനറൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുകയാണ്. പിന്നെ അതിനെ സ്പെസിഫിക് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഇത്ര സംസ്ഥാനങ്ങളുണ്ട്, ഓരോ സംസ്ഥാനത്തിന്റെ പേര്, ആ സംസ്ഥാനത്തിന്റെ ഫീച്ചേഴ്സ് സ്പെസിഫിക് ആയിട്ട് പിന്നീട് പഠിക്കും. ഓക്കെ, ഇവിടെ ആ ഒരു ഉദാഹരണം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ പഠിക്കുന്നത് ഓരോ സംസ്ഥാനത്തെ കുറിച്ച് പഠിക്കും. പിന്നെ നമ്മൾ ജനറൽ ആയിട്ട് ഈ സംസ്ഥാനങ്ങളൊക്കെ കൂടിച്ചേർന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലോട്ട് എത്തും. അതാണ് ഇൻഡക്ഷനും ഡിഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ടു ജനറൽ, ഡിഡക്ഷൻ എന്ന് പറയുന്നത് ജനറൽ ടു സ്പെസിഫിക് അല്ലെങ്കിൽ ജനറൽ ടു പെർട്ടിക്കുലർ. ഓക്കെ, ആ രീതിയിലാണ് അത് വരുന്നത്. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ദ നീഡ് ഓഫ് സെക്സ് സാറ്റിസ്ഫാക്ഷൻ ത്രൂ. അതായത് സെക്സ് സാറ്റിസ്ഫാക്ഷൻ ഫാമിലി എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് അത് നടത്തുന്നത്? നമുക്കറിയാം ഫാമിലിയിൽ അഫക്റ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ട്, പ്രൊക്രിയേഷൻ ഉണ്ട്, ദെൻ മാരേജ് വഴിയാണ് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്നതിന് കിൻഷിപ്പ് ഉണ്ട്. ദെൻ സെക്സ് സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ത്രൂ മാരേജ് ആണ്, അല്ലെ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ സി ആണ്. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സെക്കൻഡറി ഗ്രൂപ്പ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സെക്കൻഡറി ഗ്രൂപ്പ്? സെക്കൻഡറി ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഫാമിലി, ഓപ്ഷൻ ബി ട്രേഡ് യൂണിയൻ, ഓപ്ഷൻ സി ട്രൈബൽ കൗൺസിൽസ് ആൻഡ് ഓപ്ഷൻ ഡി പിയർ ഗ്രൂപ്പ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. സെക്കൻഡറി ആണ്, അല്ലെ? സെക്കൻഡറി ഗ്രൂപ്പ് ആണ്. ഫാമിലി ഒരിക്കലും സെക്കൻഡറി ഗ്രൂപ്പ് ആവില്ല, അതൊരു പ്രൈമറി ഗ്രൂപ്പാണ്. ട്രേഡ് യൂണിയൻ അവിടെ നിൽക്കട്ടെ, ട്രൈബൽ കൗൺസിൽസ് അവരെ സംബന്ധിച്ചിട്ട് ആ കൗൺസിലാണ് ഏറ്റവും വലുത്, അപ്പൊ അതും ഒരു പ്രൈമറി ഗ്രൂപ്പാണ്. പിയർ ഗ്രൂപ്പ് ഒന്നും പറയണ്ട, നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഒരു പ്രാഥമികപരമായിട്ട് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞതാണ് പിയർ ഗ്രൂപ്പാണ്. പിന്നെ ഈ ട്രേഡ് യൂണിയൻ, ഇതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് ദ കാറ്റഗറൈസേഷൻ ഓഫ് പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് അതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സോഷ്യോളജിയിൽ പ്രൈമറി ഗ്രൂപ്പ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? CH കൂലെ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ആണ് പ്രൈമറി ഗ്രൂപ്പ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ഈ ഒരു കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുള്ള സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത് CH കൂലെയാണ്. എന്താണ് പ്രൈമറി ഗ്രൂപ്പ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രാഥമിക ഗ്രൂപ്പാണ്, അല്ലെ? ഇറ്റ് റെഫേഴ്സ് ടു ദിസ് പേഴ്സണൽ റിലേഷൻസ് ദാറ്റ് ആർ ഡിറക്റ്റ്, ഫേസ് ടു ഫേസ്, റിലേറ്റീവ്ലി പെർമനന്റ് ആൻഡ് ഇന്റിമേറ്റ്. അല്ലെ, പ്രൈമറി ഗ്രൂപ്പാണ്. ഡിറക്റ്റ് ആയിരിക്കും, ഫേസ് ടു ഫേസ് ആയിരിക്കും, റിലേറ്റീവ്ലി പെർമനന്റ് ആയിരിക്കും ആൻഡ് ഇന്റിമേറ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡറി ഗ്രൂപ്പ്, groups of people who are not related or emotionally connected. Who are not related or emotionally connected. അവരെന്താണ്? ഇമോഷണലി they are not connected yet work together to achieve common interest. എന്താണ്? അവർ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ടുഗദർ, എന്തിനു വേണ്ടിയിട്ടാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? ടു അച്ചീവ് എ കോമൺ ഇൻട്രസ്റ്റ് ഓർ പർപ്പസ് ഓർ ഗോള്. ഒരു ഗോളോ ഒരു പർപ്പസോ ഒരു കോമൺ ഇൻട്രസ്റ്റോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? അവര് ഒരുമിച്ച് പ്രവർത്തിക്കാണ്. ഇപ്പൊ ട്രേഡ് യൂണിയൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മേലധികാരികളിലോട്ട് എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്താണ് ഈ തൊഴിലാളി സംഘടന ഉണ്ടാക്കുന്നത്, അല്ലെ? അപ്പൊ അതെന്താണ്? സെക്കൻഡറി ഗ്രൂപ്പാണ്. അവർ തമ്മിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ചില ഇൻട്രസ്റ്റുകളും ചില പർപ്പസുകളും ചില ഗോളുകളും അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? അവരൊരു യൂണിയന്റെ കീഴിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് സെക്കൻഡറി ഗ്രൂപ്പായിട്ട് എന്ത് പറഞ്ഞത്? ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞത്. മറ്റൊരുപാട് എക്സാമ്പിൾസുകൾ ഉണ്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ആസ്പെക്ട് ഓഫ് കൾച്ചർ റിലേറ്റഡ് ടു ദ സിസ്റ്റം ഓഫ് മീനിങ്. ഇത് കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കൾച്ചറുമായി ബന്ധപ്പെട്ട പല ടേമുകൾ, അക്കൾച്ചറേഷൻ, കൾച്ചർ ഡിഫ്യൂഷൻ, കൾച്ചർ ലാഗ്, കോൺക്രീറ്റ് കൾച്ചർ, അങ്ങനെ പല തരത്തിലുള്ള കൾച്ചറിനെ കുറിച്ചിട്ട് നമുക്ക് എന്തുണ്ട്? സോഷ്യോളജിയിൽ പഠിക്കാനുണ്ട്. ഇവിടെ ചോദിച്ചത് കൾച്ചറാണ് ചോദിച്ചത്. പക്ഷെ കൾച്ചർ സിസ്റ്റം ഓഫ് മീനിങ്ങുമായി ബന്ധപ്പെട്ട കൾച്ചർ ഏതാണ്? കൾച്ചറിന്റെ ആസ്പെക്ട് ഏതാണെന്നാണ് ചോദിച്ചത്.
സിസ്റ്റം ഓഫ് മീനിങ്ങുമായി ബന്ധപ്പെട്ട കൾച്ചറിന്റെ ആസ്പെക്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ എന്ന് പറയുന്നത് നോൺ മെറ്റീരിയൽ കൾച്ചർ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കോൺക്രീറ്റ് കൾച്ചർ, ഓപ്ഷൻ സി കൾച്ചറൽ ലാഗ്, ഓപ്ഷൻ ഡി ഒബ്ജക്റ്റീവ് കൾച്ചർ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ നോൺ മെറ്റീരിയൽ കൾച്ചർ ആണ്. നമ്മൾ മെറ്റീരിയൽ കൾച്ചർ എന്നും നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നും കൾച്ചറിനെ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഫിസിക്കൽ ഒബ്ജക്റ്റ് അല്ലെ, ഫിസിക്കൽ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽ കൾച്ചർ. മെറ്റീരിയൽ അല്ലെ, മെറ്റീരിയൽ കൾച്ചർ നമുക്ക് തൊടാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത് ഐഡിയാസ്, നമ്മുടെ ഐഡിയകള്, നമ്മുടെ മീനിങ്സ്, നമ്മുടെ ബിലീഫ്സ്, ഇതിനൊന്നും നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല. അപ്പൊ അതിനെയാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളതും എന്താണ്, സിസ്റ്റം ഓഫ് മീനിങ്. മീനിങ് എന്ന് പറയുന്ന സിസ്റ്റം റിലേറ്റ് ചെയ്യുന്നത് കൾച്ചറിന്റെ ഏത് ആസ്പെക്റ്റിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചർ. കോൺക്രീറ്റ് കൾച്ചർ ഉണ്ട്, കൾച്ചറൽ ലാഗ്. വില്യം എഫ് ഓക്ബേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കൺസെപ്റ്റ് ആണ് കൾച്ചറൽ ലാഗ്. നമ്മുടെ ലാഗ്നെസ് അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ് കൾച്ചർ, ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടവ. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് അർബൻ സൊസൈറ്റി. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, നമ്മുടെ റൂറൽ അർബൻ കോൺസെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇവിടെ ചോദിച്ചത് എന്താണ്, അർബൻ സൊസൈറ്റിയുടെ ഫീച്ചർ ഏതാണ്. താഴെ തന്നിരിക്കുന്നതില് അർബൻ സൊസൈറ്റിയുടെ ഫീച്ചർ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സോഷ്യൽ ഹോമോജീനിറ്റി, ഒരു സാമൂഹിക ഏകദാനത അല്ലെ. അത് നമുക്ക് അർബണിൽ ഒരിക്കലും നമുക്കൊരു ഏകമായിട്ട് ഹോമോജീനിറ്റി ആയിട്ട് കാണാൻ പറ്റില്ല. അവിടെ നമുക്ക് ഹെട്രോജീനിറ്റി ആണ് ഫീൽ ചെയ്യുക, വൈരുദ്ധ്യമാണ് ഫീൽ ചെയ്യുക. പ്രൈമറി ഓക്യുപ്പേഷൻ അല്ല, പ്രൈമറി ഓക്യുപ്പേഷൻ അല്ല ഉണ്ടായിരിക്കുക, പലതരത്തിലുള്ള ഓക്യുപ്പേഷൻസ് ഉണ്ടായിരിക്കും. ഫാമിലിസം, ഒരിക്കലും അവിടെ നമുക്ക് ഒരു കുടുംബം ഭയങ്കര മഹത്വം കൊടുക്കാം, അത്തരത്തിലുള്ള ഒരു കൾച്ചർ കൂടുതലായിട്ട് കാണാൻ പറ്റില്ല. ഇല്ല എന്നല്ല, കൂടുതലായിട്ട് കാണാൻ പറ്റത്തില്ല. സെക്കൻഡറി കൺട്രോൾ അല്ലെ, അതാണ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്, അർബൻ സൊസൈറ്റിയിൽ കാണാൻ കഴിയുന്നത്. എന്താണ്, സെക്കൻഡറി കൺട്രോൾ അല്ലെ. സെക്കൻഡറി കൺട്രോൾ പോലീസ്, നീതിന്യായം, കോടതികള്, ഇതൊക്കെ എന്ത് ചെയ്യും, ആ രീതിയിൽ ഒരു ദ്വിതീയ കൺട്രോളിങ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഹ്യൂമൻസിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. കാരണം അവിടെ എന്താണ്, അവിടെ ഈ പറയുന്ന ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പിനോ ഫാമിലിക്കോ ഒന്നും വലിയ പ്രാധാന്യം ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ സെക്കൻഡറി കൺട്രോളിനാണ് പ്രാധാന്യം. പോലീസ്, നീതിന്യായം, കോടതി തുടങ്ങിയ സെക്കൻഡറി കൺട്രോൾ കൊണ്ടാണ് മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റുക, കൺട്രോൾ ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് എന്താണ്, അർബൻ സൊസൈറ്റിയുടെ ഫീച്ചർ എന്ന് പറയുന്നത് സെക്കൻഡറി കൺട്രോൾ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ഒരു സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മെത്തഡോളജിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സാമ്പിളിംഗ് ഫ്രെയിം ഈസ്, അതായത് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എ സമ്മറി ഓഫ് ദി വേരിയസ് സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ ഡിസൈനിങ് എ സർവേ. A summary of the various stages involved in designing a survey. ഒരു സർവേ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റേജസ് ഇൻവോൾവ് ചെയ്യൂ അല്ലെ, അതിന്റെയൊക്കെ സമ്മറി ആണെന്നാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ആണോ? ആയിരിക്കില്ല, ആവില്ല. എന്താണ്, സർവേ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റേജ് ഉണ്ട്, അതിനെയാണോ നമ്മൾ സമ്മറി എന്ന് പറയാ, അതിന്റെ സമ്മറിനെയാണോ നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയാ? ഒരിക്കലും അല്ല. ഓപ്ഷൻ ബി എന്താണ്, an outline view of all the main clusters of unit in a sample. സാമ്പിളിലുള്ള യൂണിറ്റിന്റെ എല്ലാ മെയിൻ കൾച്ചേഴ്സിന്റെ ഒരു ഔട്ട്ലൈൻ വ്യൂ, അതുമല്ല. ഓപ്ഷൻ സി എന്താണ്, എ ലിസ്റ്റ് ഓഫ് ഓൾ ദ യൂണിറ്റ്സ് ഇൻ ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് എ സാമ്പിൾ വിൽ ബി സെലക്ടഡ്. നമുക്കറിയാം സാമ്പിൾ എന്ന് പറഞ്ഞ എന്താണ്, എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു പോപ്പുലേഷൻ മൊത്തം എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ച് എടുക്കാണ്. ആ കുറച്ചെടുക്കുന്നതിന് നമ്മൾ എന്ത് പറയാം, സാമ്പിൾ എന്ന് പറയാം അല്ലെ. അപ്പൊ എന്താണ്, എ ലിസ്റ്റ് ഓഫ് ഓൾ ദ യൂണിറ്റ് ഇൻ ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് എ സാമ്പിൾ വിൽ ബി സെലക്ടഡ്. അതാണ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓപ്ഷൻ ഡി നോക്കണ്ട, എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ഒബ്റ്റൈനിങ് സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. നമുക്ക് തന്നിട്ടുള്ള പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ ഒരു ഡെഫിനിറ്റ് പ്ലാൻ അല്ല, നമ്മൾ എടുക്കുന്ന സാമ്പിളിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ.
ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അതിന്റെ അർത്ഥം എൻവയോൺമെന്റൽ സോഷ്യോളജിയും എവിടെ വരുന്നുണ്ട്? നമ്മുടെ പ്രൊബേഷൻ ഓഫീസറിന്റെ സോഷ്യോളജി സിലബസിന്റെ അണ്ടറിൽ വരുന്നുണ്ട് എന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസ്ഡ് ഡ്യൂ ടു, ഗ്ലോബൽ വാർമിംഗിന്റെ കാരണം നമുക്കത് കണ്ണും ചിമ്പി പറയാൻ പറ്റുന്ന ഉത്തരമാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെ. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, which of the following is not generally an agent of adolescent socialization? Adolescent socializationന്റെ ഏജന്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അഡോളസെന്റ് സോഷ്യലൈസേഷന്റെ ഏജന്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ അല്ലെ. അതൊക്കെ തന്നെയാണ് ഈ അഡോളസെന്റ് സോഷ്യലൈസേഷനിലും വരുന്നത്. ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഫ്രണ്ട്സ് ഉണ്ട്, മീഡിയ ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, സ്പൗസ് ഉണ്ട്. ഇവിടെ നമ്മൾ സൈക്കോളജിക്കൽ ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. അഡോളസൻസ് പീരീഡിൽ എത്തുന്ന ഒരാൾക്ക് എന്തുണ്ടായിരിക്കില്ല? സ്പൗസ് ഉണ്ടായിരിക്കില്ല അല്ലെ. ഫ്രണ്ട്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും, മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യും, പാരന്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും, സ്പൗസ് ഉണ്ടായിരിക്കില്ല അല്ലെ. ഇണ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്നൊന്നും എന്തുണ്ടായിരിക്കില്ല? അഡോളസൻസിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്? നോട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? സ്പൗസ് ആണ്. ഓക്കെ. 16ാമത്തെ, ഡാഷ് ഈസ് എ ലേൺഡ് ആൻഡ് ഷെയർഡ് ബിഹേവിയർ. വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ഡെഫിനേഷൻ ആണ്. നമ്മൾ ലേൺ ചെയ്യുന്നതും നമ്മൾ ഷെയർ ചെയ്യുന്നതുമായിട്ടുള്ള നമ്മുടെ ബിഹേവിയറിനെ എന്താ പറയാ? സാമൂഹ്യവൽക്കരണം, സോഷ്യലൈസേഷൻ ആണോ, കൾച്ചർ ആണോ, സോഷ്യൽ പ്രോസസ് ആണോ, സോഷ്യൽ ഗ്രൂപ്പ് ആണോ? ഓപ്ഷൻ ബി കൾച്ചർ. അപ്പൊ കൾച്ചറിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതും നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതുമായിട്ടൊരു ബിഹേവിയർ ആണ് അല്ലെ. നമ്മൾ അത് എന്ത് ചെയ്യും? നമ്മൾ മറ്റുള്ളവരും നമ്മൾ പഠിക്കും, നമ്മുടെ കൾച്ചർ മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യും. നമ്മൾ വളരെ ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. കൾച്ചർ എന്ന് പറയുന്നത് ലേൺഡ് ആണ്, നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. സോഷ്യലൈസേഷൻ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ നടക്കുന്ന ഒരു പ്രോസസ്സ്. സോഷ്യൽ പ്രോസസ്സ് അല്ലെ, സാമൂഹിക പ്രക്രിയ, സോഷ്യൽ ഗ്രൂപ്പ്, അതൊക്കെ മറ്റ് പല ഏരിയാസുമായി ബന്ധപ്പെട്ടതാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, which among the following is not a socio-cultural division? socio-cultural division അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയില് socio-cultural division അല്ലാത്തത് ഏത്? സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, സെക്സ്. കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യോ കൾച്ചറൽ ഡിവിഷൻ ആണ്. ക്ലാസ് എന്ന് പറയുന്നതും ഒരു സോഷ്യോ കൾച്ചറൽ ഡിവിഷൻ ആണ്. ജെൻഡർ അഫ്കോഴ്സ് ഒരു സോഷ്യോ കൾച്ചറൽ ഡിവിഷൻ ആണ് അല്ലെ. ജെൻഡർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ അതിന്റെ ഡെഫിനേഷനെ പറയുന്നത് സോഷ്യോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി എന്നാണ് ജെൻഡറുടെ ഡെഫിനേഷനെ വരുന്നത്. സെക്സ്, സെക്സ് എന്താണ്? ബയോളജിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ മെൻ ആൻഡ് വുമൺ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ? അത് സോഷ്യോ കൾച്ചറൽ ഡിവിഷൻ അല്ല, അത് ബയോളജിക്കൽ ഡിവിഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? സോഷ്യോ കൾച്ചറൽ ഡിവിഷനിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി സെക്സ് ആണ്. ഓക്കെ. 18ാമത്തെ ക്വസ്റ്റ്യൻ, സോഴ്സ് ഓഫ് ഡാറ്റ കളക്റ്റഡ് ആൻഡ് കമ്പൈൽഡ് ബൈ അതേഴ്സ് ഈസ് കോൾഡ്. സോഴ്സ് ഓഫ് ഡാറ്റ കളക്റ്റഡ്, ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു. സോഴ്സ് ഓഫ് ഡാറ്റ കളക്റ്റഡ് ആൻഡ് കമ്പൈൽഡ് ബൈ അതേഴ്സ് അല്ലെ, ബൈ അതേഴ്സ് ഈസ് കോൾഡ് അല്ലെ. സോഴ്സ് ഓഫ് ഡാറ്റ, ഡാറ്റ കളക്ട് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റ കളക്ട് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അത് ആ ഒരു സോഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. ആ ഒരു സോഴ്സിനെ നമ്മൾ എന്താ പറയാ? അപ്പൊ നമുക്കറിയാം പലതരത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. പ്രൈമറി ഡാറ്റ ഉണ്ട്, സെക്കൻഡറി ഡാറ്റ ഉണ്ട് അല്ലെ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കളക്റ്റഡ് ബൈ ആൻ ഇൻവെസ്റ്റിഗേറ്റർ. എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേറ്റർ അദ്ദേഹം എടുക്കുന്ന ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. അത് ഒരുപക്ഷെ നേരിട്ട് പോയിട്ട് ഓറലായിട്ട് കിട്ടുന്നതോ ആയിരിക്കും. ഇപ്പൊ സെൻസസിന് അത് ഒരു ഉദാഹരണമാണ്. ആളുകളെടുത്ത് ചെന്ന് നേരിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റാസ് അവർ കളക്ട് ചെയ്തത്. അതൊരു പ്രൈമറി ഡാറ്റയാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് അല്ലെ. ഒബ്റ്റൈൻഡ് ഫ്രം ഓൾറെഡി പബ്ലിഷ്ഡ് ഓർ അൺപബ്ലിഷ്ഡ് സോഴ്സസ്. പബ്ലിഷ് ചെയ്തതോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാത്തതോ ആയ സോഴ്സിൽ നിന്ന് നമ്മൾ എടുക്കാം. ഏതെങ്കിലും ഒരു ജേർണലിൽ നിന്ന് നമ്മളൊരു റിസർച്ച് ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റ നമ്മളൊരു പുസ്തകത്തിൽ നിന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ നമ്മുടെ റിസർച്ചിന്റെ ഭാഗമാക്കുക. അതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചത് എന്താണ്? അതേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി സെക്കൻഡറി ആണ്. ഓക്കെ. ദെൻ
19ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ടേം യൂസ്ഡ് ബൈ ഫെർഡിനൻഡ് ടോണീസ് ടു റെഫർ ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി. റൂറൽ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ റെഫർ ചെയ്യുന്ന ടേം യൂസ് ചെയ്ത ആരാണ്? ഫെർഡിനൻഡ് ടോണീസ് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേംസും ഒരു സോഷ്യോളജിസ്റ്റുമാണ് ഫെർഡിനൻഡ് ടോണീസ് എന്ന് പറയുന്നത്. ജെമൻ സ്കാഫ്റ്റ്, ജെസൽ സ്കാഫ്റ്റ്, ലിറ്റിൽ റിപ്പബ്ലിക്, റർബണിസം, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഓപ്ഷൻസ് വരുന്നത്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ജെമൻ സ്കാഫ്റ്റ് ആണ്. എന്താണ് ഈ ജെമൻ സ്കാഫ്റ്റും ജെസൽ സ്കാഫ്റ്റും എന്ന് നോക്കാം നമുക്ക്. ജെമൻ സ്കാഫ്റ്റ് എന്ന് പറയുന്നത് റൂറൽ സൊസൈറ്റിയാണ് അദ്ദേഹം ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത്. ജെസൽ സ്കാഫ്റ്റ് അർബൻ സൊസൈറ്റി. ചിലപ്പോൾ ഇപ്രാവശ്യത്തെ എക്സാമിന് ജെസൽ സ്കാഫ്റ്റ് എന്തായിരിക്കും ചോദിക്കുക. അപ്പൊ അതെന്താണ്? അത് അർബൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് ജെസൽ സ്കാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഈ ജെമൻ സ്കാഫ്റ്റും ജെസൽ സ്കാഫ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ എന്ന് പറയുന്നത് ഫെർഡിനൻഡ് ടോണീസ് ആണ്. അദ്ദേഹം ജെമൻ സ്കാഫ്റ്റ് എന്താണ്? റൂറൽ സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്തു. ജെസൽ സ്കാഫ്റ്റ് അർബൻ സൊസൈറ്റിയുമായിട്ടും കണക്ട് ചെയ്തു. ഓക്കെ, അത് മറന്നു പോവരുത്. അത് എന്തെങ്കിലും ഒരു ചെറിയൊരു കണക്ഷൻ വെച്ചിട്ടെങ്കിലും, ലെറ്റേഴ്സിന്റെ കണക്ഷൻ വെച്ചിട്ടെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളത് പഠിച്ചിട്ട് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് ചോദിക്കാം. ജെമൻ സ്കാഫ്റ്റ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ചോദിക്കാം. ജെസൽ സ്കാഫ്റ്റ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നും ചോദിക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ, which of the following is not a feature of modernization? മോഡേണൈസേഷന്റെ ഫീച്ചർ അല്ലാത്തത് ഏത്? മോഡേണൈസേഷന്റെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും അല്ലെ, നമുക്ക് എന്തായാലും മനസ്സിലാവും. മോഡേണൈസേഷൻ നമുക്ക് അറിയാം അല്ലെ, ആധുനികവൽക്കരണമാണെന്ന് അറിയാം. അപ്പൊ അതിന്റെ ഫീച്ചർ അല്ലാത്തത് നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സയന്റിഫിക് ടെമ്പർ അല്ലെ. മോഡേണൈസേഷൻ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ ഇന്നത്തെ കാലത്ത് സയൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇല്ലേ? ഉണ്ട്. സയന്റിഫിക് ടെമ്പർ ഉണ്ട്. ഓപ്ഷൻ ബി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി ഓക്യുപ്പേഷൻ. ആണോ? പ്രൈമറി ഓക്യുപ്പേഷൻ ആണ് ഇപ്പൊ ഇമ്പോർട്ടൻസ് എടുക്കുന്നത്. നമ്മളൊക്കെ പലതരത്തിലുള്ള ഓക്യുപ്പേഷനിൽ വരാൻ തുടങ്ങി. അതവിടെ നിൽക്കട്ടെ. ഓപ്ഷൻ സി എംബസൈസ് ഓൺ റീസൺ അല്ലെ. റീസണിന് പ്രാധാന്യം നൽകാൻ തുടങ്ങി. ഓപ്ഷൻ ഡി അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പഠിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവ് കൊണ്ട് എന്ത് ചെയ്യുന്നു? സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യാൻ തുടങ്ങി. അപ്പോ മോഡേണൈസേഷന്റെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി ഓക്യുപ്പേഷൻ ആണ്. ബാക്കി മൂന്നും എന്ത് ചെയ്യുന്നുണ്ട്? മോഡേണൈസേഷന്റെ ഫീച്ചർ ആണ്. പ്രൈമറി ഓക്യുപ്പേഷന്റെ ഇമ്പോർട്ടൻസ് മോഡേണൈസേഷന്റെ ഫീച്ചർ അല്ല. ഓക്കെ. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈപ്പോത്തിസിസ്. വീണ്ടും മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈപ്പോത്തിസിസ് വിച്ച് എക്സ്പ്ലെയിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ ഈസ്. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹൈപ്പോത്തിസിസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, രണ്ട് വേരിയബിള് അതിന്റെ റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതിൽപ്പെട്ട ഹൈപ്പോത്തിസിസ് അല്ലെ. റിലേഷണൽ തന്നിട്ടുണ്ട്, കാഷ്വൽ തന്നിട്ടുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് തന്നിട്ടുണ്ട്, ടെനറ്റീവ് തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റിലേഷണൽ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് ഹൈപ്പോത്തിസിസ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ്, നൾ ഹൈപ്പോത്തിസിസ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്, അങ്ങനെ പല ഹൈപ്പോത്തിസും വരുന്നുണ്ട്. ഹൈപ്പോത്തിസിസ് നമുക്കറിയാം, ഇറ്റ്സ് എൻ അസംഷൻ അല്ലെ. ഒരു അസംഷൻ ആണ്. ഇപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യുന്നതിന് മുമ്പേ ചിലപ്പോൾ ഇന്നതായിരിക്കാം അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹൈപ്പോത്തിസിസ് കൊടുക്കും, ഒരു അനുമാനം കൊടുക്കും. അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അതിന്റെ പലതരത്തിലുള്ള ടൈപ്പുകൾ ഒക്കെ നമുക്ക് എന്തുണ്ട്? നമ്മുടെ മെത്തഡോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് ഹൈലി ഇമ്പോസിബിൾ വിത്ത് ഹ്യൂമൻ ബീയിങ്സ്. ഡാഷ് ഈസ് ഹൈലി ഇമ്പോസിബിൾ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇമ്പോസിബിൾ ആണ്, ഹൈലി ഇമ്പോസിബിൾ വിത്ത് ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സിന് ഹൈലി ഇമ്പോസിബിൾ ആയിട്ടുള്ളത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എംപിരിക്കൽ സ്റ്റഡി, ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി, കൺട്രോൾഡ് എക്സ്പെരിമെന്റേഷൻ, റിസർച്ച് അല്ലെ. എംപിരിക്കൽ സ്റ്റഡി ഹ്യൂമൻ ബീയിങ്സിന് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി അതും ചെയ്യാം, റിസർച്ചും ചെയ്യാം. ദെൻ കൺട്രോൾഡ് എക്സ്പെരിമെന്റേഷൻ ആണ് അവർക്ക് എന്ത്? ഹൈലി ഇമ്പോസിബിൾ ആയിട്ടുള്ളത്. ഹ്യൂമൻ ബീയിങ്സിന് ഹൈലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഏതാണ്? കൺട്രോൾഡ് എക്സ്പെരിമെന്റേഷൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കറണ്ട് അഫെയർ ആയി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു സോഷ്യോളജിയിലെ ഒരു കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടതാണ്. വാട്ട് ഈസ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ ആസ് പെർ 2011 സെൻസസ് ആണ് കേട്ടോ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കിപ്പോ എന്താണ്, അന്ന് എക്സാം നടക്കുമ്പോൾ 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആണിത് അല്ലേ. അപ്പൊ ഇപ്പൊ നമുക്ക് 2024
അപ്പൊ സ്വാഭാവികമായിട്ടും 2021 ഒരു സെൻസസ് നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എന്തായിരിക്കും ഒരു കറണ്ട് അഫെയർ ആയിട്ട് അതായിരിക്കും ചോദിക്കുക. അപ്പൊ 2011 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 940 ഫീമെയിൽസിനായിരുന്നു. 1000 മെയിൽസിന് 940 ഫീമെയിൽസ് എന്നുള്ളതായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ 2021 സെൻസസ് റിപ്പോർട്ട് പ്രകാരം 1020 വുമൺ ഫോർ 1000 മെൻ, 1000 പുരുഷന്മാർക്ക് 1020 സ്ത്രീകൾ എന്നതായിരുന്നു ഇവിടുത്തെ 2021 സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്, ഒരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ പ്രോബ്ലം? സോഷ്യൽ പ്രോബ്ലം അല്ലെ, സോഷ്യോളജിയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് സോഷ്യൽ പ്രോബ്ലം. പലതരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. പലതരത്തിൽ പറഞ്ഞാല് ഡിസ്പ്ലേസ്ഡ് പീപ്പിൾസിന്റെ, ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിൾസിന്റെ, വുമൻസിന്റെ പ്രോബ്ലം, ചൈൽഡിന്റെ പ്രോബ്ലം, അങ്ങനെ മാർജിനൈസ്ഡ് പീപ്പിൾസിന്റെ പ്രോബ്ലം, പലതരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലം എവിടെയുണ്ട്? നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓപ്ഷൻസിൽ സോഷ്യൽ പ്രോബ്ലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷത അല്ലാത്തത് ഏത്? ഇസ് നോട്ട് എന്നാ ചോദിച്ചിട്ടുള്ളത്, അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ജനറലി റിഗാർഡഡ് ഹാംഫുൾ ഫോർ ദ സൊസൈറ്റി അല്ലെ. സ്വാഭാവികമായിട്ടും ഒരു സോഷ്യൽ പ്രോബ്ലം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവണമെങ്കിൽ അവിടെ സൊസൈറ്റിക്ക് അത് ഹാംഫുൾ ആയിരിക്കും അല്ലെ. ദെൻ ഡെവലപ്പ് ഗ്രാജുവലി ആൻഡ് സ്ലോലി, അതൊക്കെ ഉണ്ടാവുന്നതാണ്. നോക്കാം. ഇറ്റ് ഹാസ് ഇഫക്ട് ഓൺ എ ലാർജ് സെക്ഷൻ ഓഫ് എ സൊസൈറ്റി, ഒരു സൊസൈറ്റിയുടെ ലാർജ് സെക്ഷൻ അത് ബാധിക്കും, സ്വാഭാവികമായിട്ടും ബാധിക്കും. എ കണ്ടീഷൻ ദാറ്റ് നീഡ് ടു ബി അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ അവിടെ ആവശ്യമായിരിക്കും. അപ്പൊ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡെവലപ്പ് ഗ്രാജുവലി ആൻഡ് സ്ലോലി. സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സഡൻ ആയിട്ട് വരുന്നതാണ്. പിന്നെ അതിന്റെ സൊല്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഗ്രാജുവലി നമുക്ക് ഉണ്ടാവുന്നത്, സാവധാനത്തിൽ അതിന്റെ സൊല്യൂഷൻ ആണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. സോഷ്യൽ പ്രോബ്ലം വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഉണ്ടാകും. ഓക്കെ. ദെൻ 25ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡാറ്റ കളക്ഷൻ മെത്തേഡ്? വീണ്ടും മെത്തഡോളജി എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോട്ട് എ ഡാറ്റ കളക്ഷൻ മെത്തേഡ്, ഡാറ്റ കളക്ഷൻ മെത്തേഡ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിസർച്ച് ക്വസ്റ്റ്യൻസ്, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, പോസ്റ്റൽ സർവേ ക്വസ്റ്റ്യനിയേഴ്സ്, പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, റിസർച്ച് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ടൈപ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഡിറക്റ്റ് പേഴ്സണൽ ഒബ്സർവേഷൻ മെത്തേഡ്. നമ്മൾ ഒരാളുമായിട്ട് നേരിട്ട് എന്ത് ചെയ്യാണ്? അവരെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുക. രണ്ടാമത്തേതാണ് ഇൻഡയറക്റ്റ് ഓറൽ എക്സാമിനേഷൻ മെത്തേഡ്, അവരുമായിട്ട് സംസാരിച്ചിട്ട്. ഓക്കെ. മൂന്നാമത്തത് മെത്തേഡ് ഓഫ് ക്യാൻവാസിംഗ് സ്കെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റ്യനിയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യും. ദെൻ നാലാമത്തത് ഇന്റർവ്യൂ സ്കെഡ്യൂൾസ്, നമ്മൾ അവരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യും. ഇത്രയാണ് ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട ടൈപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിസർച്ച് ക്വസ്റ്റ്യൻ ആണ് ഡാറ്റ കളക്ഷൻ അല്ലാത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. Then question number 26, scheduled caste constitutes dash of Indian population as per 2011 census. അല്ലെ, 2011 സെൻസസ് പ്രകാരം എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെ, എത്രയാണ് ഇന്ത്യൻ പോപ്പുലേഷൻ ഉള്ളത്? ഓപ്ഷൻ ഡി 16.6%. അല്ലെ, അത് 2011 സെൻസസ് ആണ്. ഇനി 2021 സെൻസസ് പ്രകാരവും എന്താണ്? 16.6% തന്നെയാണ്. ഓക്കെ, 2021 സെൻസസ് പ്രകാരം 16.6% തന്നെയാണ്, മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 27, ഗ്ലോബലൈസേഷൻ ബൈ കണക്ടിങ് കൺട്രീസ് ലീഡ്സ് ടു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഗ്ലോബലൈസേഷൻ അല്ലേ. അപ്പൊ നമ്മളൊരു മോഡേണൈസേഷൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഒരു ഗ്ലോബലൈസേഷൻ വന്നു അല്ലെ. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള ടേംസുകൾ ഇവിടെ ഒരു സോഷ്യോളജിയിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്നത് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്ലോബലൈസേഷൻ ബൈ കണക്ടിങ് കൺട്രീസ് ലീഡ്സ് ടു, രാജ്യങ്ങൾ തമ്മിലൊരു കണക്ഷന്, ഗ്ലോബലൈസേഷൻ ത്രൂ രാജ്യങ്ങൾ തമ്മിലൊരു കണക്ഷന് എന്തിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ലെസർ കോമ്പറ്റീഷൻ എമംഗ് പ്രൊഡ്യൂസേഴ്സിന്റെ ഇടയിൽ ഒരു ലെസർ കോമ്പറ്റീഷൻ ഉണ്ടാവുക. രണ്ടാമത്തെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഗ്രേറ്റർ കോമ്പറ്റീഷൻ എമംഗ് പ്രൊഡ്യൂസേഴ്സിന്റെ ഇടയിൽ ഗ്രേറ്റർ കോമ്പറ്റീഷൻ ഉണ്ടാവുക. ഓപ്ഷൻ സി എന്ന് പറയുന്നത്
നോ കോമ്പറ്റീഷൻ എമംഗ് പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡ്യൂസേഴ്സിന്റെ ഇടയിൽ ഒരു തരത്തിലുള്ള കോമ്പറ്റീഷനും ഇല്ല. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ്, ഇത് ഏതുമല്ല. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഗ്ലോബലൈസേഷൻ അല്ലെ, ഗ്രേറ്റ് കോമ്പറ്റീഷൻ ആണ് അല്ലെ. ഗ്ലോബലൈസേഷൻ കൊണ്ട് തന്നെ രാജ്യങ്ങൾ തമ്മിൽ എന്താണ്, വളരെ വലിയൊരു മത്സര ബുദ്ധി എന്തുണ്ട്, പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. Then question number 28. Who among the following is associated with reference group? ഇമ്പോർട്ടന്റ് ആണ്. പലതരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചു പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, CH കൂലെ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന റെഫറൻസ് ഗ്രൂപ്പ്, ഇനി വെർട്ടിക്കൽ ഗ്രൂപ്പ്, ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പൊ റെഫറൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളെ ഇതിൽ നിന്നും ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ റോബർട്ട് കെ മേർട്ടൺ, ഓപ്ഷൻ ബി WG സുംനർ, ഓപ്ഷൻ സി ന്യൂകോംബ്, ഓപ്ഷൻ ഡി CH കൂലെ. CH കൂലെ നമുക്കറിയാം പ്രൈമറി സെക്കൻഡറി ആണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് റോബർട്ട് കെ മേർട്ടൺ ആണ്. WG സുംനർ എന്ന് പറയുന്നത് ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ് തുടങ്ങിയവരുടെ ആളുകളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് റോബർട്ട് കെ മേർട്ടൺ ആണ് റെഫറൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടത്. സെറ്റില് നിരവധി തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് റോബർട്ട് കെ മേർട്ടൺ ആണ് എന്നും കൂടി ആലോചിച്ച് വെക്കുക. Robert K. Merton, a prominent sociologist, developed the theory of reference group in his renowned book Social Theory and Social Structure 1949. 1949 അദ്ദേഹം എഴുതിയ സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന തിയറി എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. റോബർട്ട് കെ മെർട്ടൺ എന്ന് പറഞ്ഞത് ഒരു പ്രൊമിനന്റ് സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമായിരുന്നു സോഷ്യൽ തിയറി ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ 1949. ആ പുസ്തകത്തിലായിരുന്നു റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോസ് ഓഫ് പോവർട്ടി? പോവർട്ടിയുടെ കോസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. പോവർട്ടിയുടെ കോസ് നമുക്കിത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും. ഇൻഡിവിജ്വൽ കോസ് പോവർട്ടിക്ക് വരാം അല്ലെ, പലതരത്തില്. എന്താണ്, ചിലപ്പോ തൊഴിലുണ്ടായിട്ടും തൊഴിലിന് പോവാത്തൊരവസ്ഥ, അതെന്താണ്, ഇൻഡിവിജ്വൽ ആണ്. ദെൻ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞ എന്താണ്, എക്കണോമിക്കൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പോവർട്ടിയിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഓപ്ഷൻ സി എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ അല്ലെ, സാമൂഹിക ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ അതിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡെവലപ്മെന്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, പോവർട്ടിക്ക് കാരണമാകുന്നുണ്ട്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. അപ്പൊ ഇൻഡിവിജ്വലും എക്കണോമിക്കും സോഷ്യൽ സ്ട്രക്ചറും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പോവർട്ടിക്ക് ഒരു കാരണം ആകുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. നമ്മുടെ ഡിഗ്രിയുടെ BA സോഷ്യോളജി ഫസ്റ്റ് സെമ്മില് നമ്മുടെ സോഷ്യോളജിയുടെ പേപ്പറിൽ നമ്മുടെ ഒരു ഏകദേശം ഒരു 3ാമത്തെ മൊഡ്യൂളിൽ വരുന്നുണ്ട് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ പറയുന്ന ഒരു കാര്യമാണിത്. സോഷ്യൽ ഇന്ററാക്ഷന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? സോഷ്യൽ ചേഞ്ച് ആണോ, സോഷ്യലൈസേഷൻ ആണോ, സോഷ്യൽ പ്രോസസ് ആണോ, സോഷ്യൽ കൺട്രോൾ ആണോ? നമുക്ക് ഈസി ആണെന്ന് തോന്നും, പക്ഷെ നമ്മുടെ ആൻസേഴ്സ് നമുക്ക് തെറ്റാം. സോഷ്യൽ ഇന്ററാക്ഷന് കാരണമാകുന്ന സിസ്റ്റം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സോഷ്യൽ ഇന്ററാക്ഷന് കാരണമാകുന്ന അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷന്റെ സിസ്റ്റം ഏതാണ്? ഇവിടെ സോഷ്യൽ പ്രോസസ് ആണ് ആൻസർ വരുന്നത്. ഇൻ എവറി സൊസൈറ്റി സോഷ്യൽ ഇന്ററാക്ഷൻ take place in the form of cooperation, competition, conflict, accommodation and assimilation, and combination of these forms of social interactions are called social processes. അതായത് എല്ലാ സൊസൈറ്റിയിലും സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കുന്നത് പലതരത്തിലാണ്. അതൊരു പക്ഷേ കോപ്പറേഷനിലാവാം, കോമ്പറ്റീഷനിലാവാം, കോൺഫ്ലിക്റ്റിലാവാം, അക്കോമഡേഷനിലാവാം, അസിമുലേഷനിലാവാം. ഈ തരത്തിലൊക്കെ സോഷ്യൽ ഇന്ററാക്ഷൻ ഒരു സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷന്, ഈ തരത്തിലുള്ള സോഷ്യൽ ഇന്ററാക്ഷന്റെ ഈ ഫോമുകളുടെ കോമ്പിനേഷനെ നമ്മൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഈ സോഷ്യൽ ഇന്ററാക്ഷന്റെ ഈ ഫോംസിനെ നമ്മൾ എന്ത് പറയുന്നു, സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നു. അപ്പൊ ഈ കോപ്പറേഷൻ, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, അക്കോമഡേഷൻ, അസിമുലേഷൻ, കോമ്പിനേഷൻ എന്ന് പറയുന്ന സോഷ്യൽ ഇന്ററാക്ഷന്റെ ഫോംസിനെ നമ്മൾ എന്താ പറയുന്നത്, സോഷ്യൽ പ്രോസസ്സസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ സോഷ്യൽ പ്രോസസ് ആണ്. ഇതൊക്കെ എന്താണ്, സോഷ്യൽ ഇന്ററാക്ഷന്റെ വിവിധ രൂപങ്ങൾ കൂടിയാണ്. ഇതൊക്കെ പലതരത്തിലുള്ള സാമൂഹിക പ്രക്രിയകളാണ്. ഇതൊക്കെ നമ്മുടെ സാമൂഹിക ബന്ധത്തിന്റെ ഫോംസ്, രൂപങ്ങൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, സോഷ്യൽ ഇന്ററാക്ഷന്റെ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ എന്താണ്, സോഷ്യൽ
പ്രോസസ് ആണ്. Then അടുത്ത ക്വസ്റ്റ്യൻ 31, which of the following does not come under the domestic violence? അല്ലെ, ഡൊമസ്റ്റിക് വയലൻസ് ഒരു സോഷ്യൽ പ്രോബ്ലം ആണ്. 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നിരുന്നു. അപ്പൊ എന്തായി, ഒരു വുമൻസ് പ്രോബ്ലം അല്ലെ, ഒരു സോഷ്യൽ പ്രോബ്ലം, വുമൻസ് പ്രോബ്ലം, അത് നമുക്കൊരു ഹിന്റ് ആണ്, അത് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നുള്ള ഒരു ഹിന്റ് ആണ് എന്ത്, ഡൊമസ്റ്റിക് വയലൻസ് 2005 ആക്ട്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ചോദിച്ചത് താഴെ തന്നിരിക്കുന്നവയില് ഡൊമസ്റ്റിക് വയലൻസിന് കീഴിൽ വരാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ 2005 ആ നിയമം പരിശോധിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഡൊമസ്റ്റിക് വയലൻസിന്റെ അണ്ടറിൽ വരിക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫിസിക്കൽ വയലൻസ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇമോഷണൽ വയലൻസ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് സെക്ഷൽ വയലൻസ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സോഷ്യൽ വയലൻസ്. ഫിസിക്കൽ വയലൻസ് അത് എന്തായാലും വരും അല്ലെ. ഫിസിക്കലി നമ്മൾ എന്തെങ്കിലും അബ്യൂസ് ചെയ്യുക, നമ്മൾ അടിക്കുക, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്ന ഒക്കെ ഡൊമസ്റ്റിക് വയലൻസിലെ ഗാർഹിക പീഡനത്തിൽ വരുന്നുണ്ട്. ഇമോഷണൽ വയലൻസ് അല്ലെ, ഒരു പ്രസവിക്കാത്ത സ്ത്രീയെ നീ പ്രസവിക്കില്ല എന്ന് പറയുന്ന അങ്ങനത്തെ രീതിയിലുള്ള ഇമോഷണലി അവരെന്ത് ചെയ്യാണ്, ബ്ലെയിം ചെയ്യുന്നത് ഇമോഷണൽ വയലൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. സെക്ഷൽ വയലൻസ്, സമ്മതമില്ലാതെ സെക്സ് ചെയ്യുക, അതൊക്കെ എന്താണ്, ഡൊമസ്റ്റിക് വയലൻസിന് കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ വയലൻസ് അതൊരിക്കലും എന്താണ്, ഡൊമസ്റ്റിക് വയലൻസിന് കീഴിൽ വരില്ല. അത് സാമൂഹിക അതിക്രമങ്ങളല്ലേ, അത് ഡൊമസ്റ്റിക്കിന്റെ കീഴിൽ വരില്ല. ഡൊമസ്റ്റിക് എന്ന ഗാർഹിക പീഡനമാണ് അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സോഷ്യൽ വയലൻസ് ആണ്. ബാക്കി ഫിസിക്കൽ, ഇമോഷണൽ, സെക്ഷൽ വയലൻസുകള് ഡൊമസ്റ്റിക് വയലൻസിന് കീഴിൽ വരുന്നവയാണ്. സോഷ്യൽ വയലൻസ് ഡൊമസ്റ്റിക് വയലൻസിന് കീഴിൽ വരത്തില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32, ഡാഷ് ആർ റെഫേർഡ് ആസ് ദളിത്. ദളിതുകൾ എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത് ആരെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്കെഡ്യൂൾഡ് കാസ്റ്റ്, ഓപ്ഷൻ ബി സ്കെഡ്യൂൾഡ് ട്രൈബ്, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി OBC. അപ്പൊ നമുക്കറിയാം ഒരുപക്ഷെ OBC അല്ല എന്ന് നമുക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് ഇത് രണ്ടും ഇതായിരിക്കും നമ്മുടെ ആൻസർ വേഗം പോവുക അല്ലെ, ബോത്ത് 1 and 2. ചിലപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ പോവുക. കാസ്റ്റിനെയും സ്കെഡ്യൂൾഡ് SC ST-നെയും നമ്മൾ ദളിത് എന്ന് പറയുന്ന വിചാരിക്കും. പക്ഷേ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞ എന്താണ്, സ്കെഡ്യൂൾഡ് കാസ്റ്റ് ആണ്, ഓപ്ഷൻ എ ആണ്. കാരണം members of the scheduled caste often prefer the term Dalit. The untouchables and others that were outside of the traditional Hindu caste hierarchy. The untouchables and others that were outside the traditional Hindu caste hierarchy. നമ്മുടെ ചാതുർവർണ്ണ സമ്പ്രദായം അല്ലെ, ഫോർഫോൾഡ് കാസ്റ്റ് ഹൈറാർക്കി അല്ലെ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഇതിന്റെ താഴെയുള്ള ഈ അൺടച്ചബിൾസ് ഇവരെന്താണ്, ഹിന്ദു കാസ്റ്റ് ഹൈറാർക്കി പുറമേ ഉള്ള ആളുകളാണ്. ഇവരെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ദളിത് എന്ന് പറഞ്ഞത്. അപ്പോ സ്കെഡ്യൂൾഡ് അവരെയായിരുന്നു എന്ത് ചെയ്തിരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിച്ചിരുന്നത് അവരെയായിരുന്നു. അപ്പോ സ്കെഡ്യൂൾഡ് കാസ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ദളിതുകൾ എന്ന് പറയുന്നത്, ദളിതർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33, the total of all the observations divided by the number of observation is called. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് സോഷ്യോളജിയിൽ വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ദ ടോട്ടൽ ഓഫ് ഓൾ ദ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷൻ ടോട്ടലിനെ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, നമ്പർ ഓഫ് ഒബ്സർവേഷനെ ടോട്ടൽ ഓഫ് ഓൾ ദ ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ജോമെട്രിക് മീൻ ആണോ, അരിത്തമെറ്റിക് മീൻ ആണോ, ഹാർമോണിക് മീൻ ആണോ, മീഡിയൻ ആണോ? മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ്, റാങ്ക് കോറിലേഷൻ, ഇതൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് ഓൾ ദി ഒബ്സർവേഷൻ, അതിനെ നമ്മൾ എന്താ പറയുന്ന? ഓപ്ഷൻ ബി അരിത്തമെറ്റിക് മീൻ ആണ്. അരിത്തമെറ്റിക് മീനിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. അരിത്തമെറ്റിക് മീനിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ ആണ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് മീൻസ് ദ സം ഓഫ് ഓൾ മെഷേഴ്സ് റെപ്രസെന്റഡ് അല്ലെ, ദ സം ഓഫ് ഓൾ മെഷേഴ്സ് റെപ്രസെന്റഡ്. എൻ എന്ന് പറയുന്നത്, ഈ എൻ എന്ന് പറയുന്നത് ഡിനോട്ട് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ അണ്ടർ കൺസിഡറേഷന്. എത്ര ഇൻഡിവിജ്വൽ ഉണ്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്, എത്ര ഇൻഡിവിജ്വലിനെയാണോ അതിനെയാണ് നമ്മൾ നമ്പർ എന്ന് അർത്ഥം. ഓക്കെ, അപ്പോ അരിത്തമെറ്റിക് മീനിന്റെ ഡെഫിനേഷൻ, അതായത് ഈ ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതേപോലെ
ഓരോന്നിനും ഞാൻ പറഞ്ഞ റാങ്ക് കോറിലേഷൻ ആയിക്കോട്ടെ, സ്പിയർമാന്റെ കോഎഫിഷ്യന്റ്, ഇതിനൊക്കെ എന്തുണ്ട്, നമ്മുടെ ഓരോരോ ഫോർമുലകൾ ഉണ്ട്, ജോമെട്രിക് മീൻ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സോഷ്യോളജി പഠിച്ചു വെക്കേണ്ടതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലാണ് അതൊക്കെ വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരും എന്നതിനുള്ള ഒരു തെളിവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 34 ആണ്. ഡാഷ് ഈസ് എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. ഡാഷ് ഈസ് എ കോംപ്രഹെൻസീവ് സ്റ്റഡി. അവിടുത്തെ ടേം ആലോചിക്കണം, കോംപ്രഹെൻസീവ് സ്റ്റഡി ആണ്. ഒരു സോഷ്യൽ യൂണിറ്റിനെ നമ്മൾ കോംപ്രഹെൻസീവ് ആയിട്ട് പഠിക്കുന്നതിന് നമ്മൾ എന്താണ് പറയാ? ഒരു സോഷ്യൽ യൂണിറ്റിനെ നമ്മളൊരു കോംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ഓപ്ഷൻ എ എന്ന് പറയുന്നത് കണ്ടന്റ് അനാലിസിസ്, ഓപ്ഷൻ ബി പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ഓപ്ഷൻ സി കേസ് സ്റ്റഡി, ഓപ്ഷൻ ഡി ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോംപ്രഹെൻസീവ് ആണ് അല്ലെ. ഓപ്ഷൻ സി കേസ് സ്റ്റഡി ആണ്. എന്താ നമുക്ക് നോക്കാം. A case study is an appropriate research design when you want to gain concrete, contextual, in-depth knowledge about a specific real world subject. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ഇൻഡെപ്ത് നോളജ്, കോണ്ടെക്സ്റ്റൽ നോളജ്, കോൺക്രീറ്റ് നോളജ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ റിസർച്ച് ഡിസൈനിൽ വരുന്ന ഒരു അപ്രോപ്രിയേറ്റ് ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അല്ലെ. ഡീപ്പായിട്ട് കോംപ്രഹെൻസീവ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്ത്, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊന്നും അത്തരത്തിൽ കോംപ്രഹെൻസീവ് സ്റ്റഡി നടത്തുന്നില്ല. ദെൻ 35ാമത്തെ ക്വസ്റ്റ്യന് ഒരു ആക്ടുകളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്കെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സിങ് അല്ലെ. ഏതാണ് സ്കെഡ്യൂൾഡ് കാസ്റ്റ്? SC/ST ആക്ട് വന്ന വർഷമാണ് ചോദിക്കുന്നത്. 1999, 1995, 1989, 1885. ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ 1989 1989, 1989 എന്ത് സ്കെഡ്യൂൾഡ് SC/ST ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. 1989 1989. Then 36. Dash is the historical process in which religion loses social and cultural significance. റിലീജിയനെ തന്റെ സോഷ്യൽ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ലോസ് ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയാ? നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു, നമ്മളൊരു മോഡേണൈസേഷൻ പഠിച്ചു, ഗ്ലോബലൈസേഷൻ പഠിച്ചു, ഇതേപോലെ സാൻസ്ക്രിറ്റേഷൻ നമ്മൾ പഠിക്കുന്ന ടേം ആണ് അല്ലെ. MN ശ്രീനിവാസുമായി ബന്ധപ്പെട്ട മോഡേണൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാഷണലൈസേഷൻ നമ്മൾ പഠിക്കേണ്ടതാണ്. സെക്യുലറൈസേഷൻ, ഇതിന്റെ ആൻസർ സെക്യുലറൈസേഷൻ ആണ്. റിലീജിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സെക്യുലർ റിലീജിയൻ അല്ലെ, നമുക്കറിയാം, നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. അപ്പോ ഒരു റിലീജിയന്റെ സാമൂഹികവും സാംസ്കാരികപരമായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ലോസ് ചെയ്യുന്ന ആ ഒരു ചരിത്രപരമായ പ്രക്രിയയെ നമ്മൾ എന്താണ് പറയുന്നത്? സെക്യുലറൈസേഷൻ എന്നാണ് എന്ത് അതിന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സെക്യുലറൈസേഷൻ. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ടേംസുകൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. Then question number 37. Symbolizes network of human relationship. മനുഷ്യബന്ധങ്ങളുടെ നെറ്റ്വർക്ക് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, മനുഷ്യബന്ധങ്ങളുടെ ആ ഒരു നെറ്റ്വർക്കിനെ, ആ ഒരു ശൃംഖലയെ സിംബോളൈസ് ചെയ്യുന്നത്, പ്രതീകപ്പെടുത്തുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അസോസിയേഷൻ ആണോ, കൾച്ചർ ആണോ, സോഷ്യോളജി ആണോ, സൊസൈറ്റി ആണോ? അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അല്ലെ, അസോസിയേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ, ഒരു കൂട്ടായ്മ. കൾച്ചർ നമ്മുടെ സംസ്കാരം, അവിടെ ഇന്ന് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ അതിന്റെ ആ ഒരു ശൃംഖലയെ സിംബോളിസൈസ് ചെയ്യുന്നത് സോഷ്യോളജി, അതൊരു ഡിസിപ്ലിൻ ആണ്. ദെൻ സൊസൈറ്റി, അതിന്റെ ആൻസർ സൊസൈറ്റി ആണ്. എന്താണ്? സമൂഹം. സമൂഹത്തിലാണ് എന്ത് ഒരു മനുഷ്യബന്ധങ്ങളുടെ ആ ഒരു ശൃംഖല എന്ത് ചെയ്യുന്നത്, സിംബോളിസ് ചെയ്യുന്നത് സൊസൈറ്റിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞ എന്താണ്? സൊസൈറ്റി ആണ്. Then question number 38. Which of the following task does not come under the step analysis of data? Which of the following task does not come under the step analysis of data? വീണ്ടും മെത്തഡോളജി എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മെത്തഡോളജിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നതായിട്ട് ഇപ്പൊ നമ്മൾ കണ്ടു. ഡാറ്റ അനാലിസിസിന്റെ സ്റ്റെപ്പില്
വരാത്ത ഒരു ടാസ്ക് ഏതാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡാറ്റ അനലൈസ്, നമ്മൾ ഒരു റിസർച്ച് ചെയ്യാണ്, ഒരുപാട് റിസർച്ചിന് ഒരുപാട് പ്രോസസ്സ്, ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതിൽ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഡാറ്റയെ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞത്, നമുക്ക് കിട്ടിയ ഡാറ്റയെ നമ്മൾ അനാലിസ് ചെയ്യാണ്. അപ്പൊ അതിൽ പെടാത്തത് ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ എഡിറ്റിംഗ്, ഓപ്ഷൻ ബി കാറ്റഗറൈസേഷൻ, ഓപ്ഷൻ ഡി ഡെഫിനേഷൻ ഓഫ് കൺസെപ്റ്റ്, ഓപ്ഷൻ ഡി ടാബുലേഷൻ. നമുക്കൊരു ഡാറ്റയെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എഡിറ്റ് ചെയ്യും അല്ലെ? എന്തൊക്കെയാ അതിൽ എഡിറ്റിംഗ് സ്വാഭാവികമായിട്ട് നമ്മൾ വരുത്തും. നമ്മളിതിനെ കാറ്റഗറൈസ് ചെയ്യും, നമ്മളതിനെ ടാബുലേറ്റ് ചെയ്യും അല്ലെ? ഡെഫിനേഷൻ ഓഫ് കൺസെപ്റ്റ് ഡെഫിനേഷൻ ചെയ്യാം. അത് നമ്മുടെ ഡാറ്റ അനാലിസിസിൽ വരുന്നില്ല, റിസർച്ച് സ്റ്റെപ്പിൽ വരുന്നുണ്ട്, പക്ഷെ ഡാറ്റ അനാലിസിസിൽ ആ സ്റ്റെപ്പ് ഇല്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞ എന്താണ്? ആൻസർ സി, ഡെഫിനേഷൻ ഓഫ് കൺസെപ്റ്റ് ആണ്. എഡിറ്റിങ്ങും കാറ്റഗറൈസേഷനും ടാബുലേഷനും അനാലിസിസ് ഓഫ് ഡാറ്റയുടെ സ്റ്റെപ്പിൽ വരുന്നതാണ്. ഡെഫിനേഷൻ ഓഫ് കൺസെപ്റ്റ് വരുന്നില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 39. When was the Maintenance and Welfare of Parents and Senior Citizen Act enacted? ഇതും സോഷ്യൽ വെൽഫെയറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സീനിയർ സിറ്റിസൺ പാരന്റ്സിന്റെ വെൽഫെയറും അല്ലെങ്കിൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ആക്ട് നിലവിൽ വന്ന വർഷം 2007, 2006, 2008, 1999. ഓപ്ഷൻ എ ആണ്. ഏത്? 2007 ഓപ്ഷൻ എ 2007 മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് ഇനാക്ട് ചെയ്തത്. ഓപ്ഷൻ എ 2007. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ടേം വൈറ്റ് കോളർ ക്രൈം വാസ് കോയിൻഡ് ബൈ. വൈറ്റ് കോളർ ക്രൈം അല്ലെ? വൈറ്റ് കോളർ ക്രൈം വെരി ഇമ്പോർട്ടൻറ്റ്. വൈറ്റ് കോളർ ക്രൈം എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ എമിൽ ദർക്കേം, ഓപ്ഷൻ ബി റോബർട്ട് കെ മെർട്ടൺ, ഓപ്ഷൻ സി എഡ്വൻ സുദർലാൻഡ്, ഓപ്ഷൻ ഡി ഡേവിഡ് ലേണർ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻ സി എഡ്വൻ സുദർലാൻഡ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇൻ 1939 ഫസ്റ്റ് കോയിൻഡ് ദ ടേം വൈറ്റ് കോളർ ക്രൈം. 1939 എന്ത് ഈ പറയുന്ന എഡ്വിൻ സുദർലാൻഡ് വൈറ്റ് കോളർ ക്രൈം എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഹി ഡിഫൈൻഡ് ക്രൈം വിച്ച് ഈസ് കമ്മിറ്റഡ് ബൈ എ പേഴ്സൺ ഹു ഈസ് ഹാവിംഗ് ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ആൾസോ ഹാവിംഗ് റെസ്പെക്ടബിലിറ്റി വിച്ച് അക്വേർഡ് ബൈ ഹിം ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് ഓക്യുപ്പേഷൻ. വൈറ്റ് കോളർ ക്രൈം എന്ന് പറഞ്ഞില്ലേ? വൈറ്റ് എന്ന് പറഞ്ഞത് വെള്ളക്കാര്, അതായത് കുറച്ച് ഉയർന്ന ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഏതെങ്കിലും ഒരു വ്യക്തി വിച്ച് ഈസ് കമ്മിറ്റഡ് ബൈ എ പേഴ്സൺ. ക്രൈം എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു വ്യക്തി കമ്മിറ്റ് ചെയ്യുന്നു ക്രൈം. ആ വ്യക്തി ഹൈ സോഷ്യൽ സ്റ്റാറ്റസിലാണ്. വൈറ്റ് ആളുകൾ, ഇപ്പൊ വൈറ്റ് ബ്ലാക്ക് അമേരിക്കയിൽ ആഫ്രിക്കയിലൊക്കെ ഉള്ള ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എന്താണ്? ഹൈ സോഷ്യൽ സ്റ്റാറ്റസിൽ പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നു. ദെൻ and also having respectability which acquired by him the course of his occupation. അവന്റെ occupation കാരണം കൊണ്ട് അവൻ വളരെയധികം ബഹുമാനം കിട്ടുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ടും കൂടി ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റിനെയാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? വൈറ്റ് കോളർ ക്രൈം എന്ന് പറഞ്ഞത്. ഒരു ഹൈ സോഷ്യൽ സ്റ്റാറ്റസും ഒക്യുപ്പേഷനിൽ വളരെയധികം റെസ്പെക്റ്റും കിട്ടുന്ന ഒരു വ്യക്തി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുക, ആ ഒരു കൺസെപ്റ്റിനെയാണ് എഡ്വിൻ സുദർലാൻഡ് വൈറ്റ് കോളർ ക്രൈം എന്ന് കോയിൻ ചെയ്ത വർഷം 1939. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ എഡ്വിൻ സുദർലാൻഡ് അറിയാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സോഷ്യോളജിയിൽ 2019 പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2ന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ഈ 40 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ഇരുന്ന് പഠിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ്. മെത്തഡോളജിന്നും സ്റ്റാറ്റിസ്റ്റിക്സിനും ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബേസിക്സ് ഓഫ് സോഷ്യോളജിന്ന് വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ആക്ടുകൾ വന്നിട്ടുണ്ട്. സെൻസസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.